ഇതേതിന് വേടാ? ബീറ്റൽ. അപ്പോൾ ബീറ്റൽ ആടുകളുണ്ട്, അതോടൊപ്പം തന്നെ ജമുനാപ്പാരി ഉണ്ടല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ എല്ലക്കൽ ഗ്രാമത്തിലാണ്. കാവുമ്പ്രയിൽ ബാബുച്ചേട്ടൻ്റെയും സോമവല്ലി ടീച്ചറിൻ്റെയും അരികിലാണ്. ആട് വളർത്തൽ, പരമ്പരാഗത രീതിയിലുള്ള ഒരു ആട് വളർത്തലാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം ടീച്ചറെ. നമസ്കാരം. ഇതേതിനും ആടുകളാണ്? ഇത് ബീറ്റലുണ്ട്, ജമുനാപ്പാരി ബീറ്റൽ ക്രോസ് ഉണ്ട്. അത് ശരി. ഇത് ഈ തൊഴുത്തൊക്കെ നിർമ്മിച്ചിട്ട് എത്ര നാളായി? ഇതൊരു 4-5 വർഷമായി. എത്ര ആടുകളുണ്ട് ഇതിനകത്ത്? ഇപ്പം കുറെ 4 ഉള്ളൂ. പിന്നെ 4 കുഞ്ഞുങ്ങളുണ്ട്. വലുത് 3 4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ബീറ്റലുണ്ട്, ജമുനാപ്പാരി ക്രോസ് ഉണ്ടല്ലേ? ഇത് നമ്മൾ പാലിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണോ? അത് ശരിക്കും അങ്ങനെയാണ്. കുട്ടികളുണ്ടായപ്പോൾ അവർക്ക് പാല് കുടിക്കാൻ വേണ്ടി വളർത്തിയതാണ്. പണ്ടുകൂടെ ഉണ്ടായിരുന്നു. എനിക്ക് 10-30 വർഷമായിട്ട് ആട് വളർത്തലുണ്ടായിരുന്നു. ഓ ശരി. പിന്നെ അത് നിർത്തിയതാണ്. പിന്നെ കുട്ടികളെ ആവശ്യം വേണ്ടി പാല് കുടിക്കാൻ വേണ്ടി വീണ്ടും വാങ്ങിയതാണ്. ശരി. അത് ശരി. ലാഭകരമാണോ ആട് വളർത്തല്? ബിസിനസ് ആ രീതിയിൽ കൊണ്ടുവരുന്ന ലാഭമാണ്. അതിന് സ്ഥലം, പുല്ല് നട്ടുപിടിക്കാനുള്ള സ്ഥലം വേണം, ജോലി ചെയ്യാനുള്ള ആളും വേണം. ശരി. ലാഭമാണ്. പിന്നെ ക്രോസ് ചെയ്യിക്കാനൊക്കെ ആളുകൾ വന്നാൽ അത് നമുക്കൊരു വരുമാന മാർഗമായിട്ട് പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ വലിയ മുട്ടനില്ല. ഇതിപ്പോ ആയതുള്ളൂ, ആയി തുടങ്ങിയതുള്ളൂ. ഓ ശരി. ഈ പരിസരത്തൊന്നും ആടുകളില്ല. ടീച്ചറാണല്ലോ എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നടത്തണം. എന്തൊക്കെയാ കൊടുക്കുക തീറ്റ? പുല്ല് ഇവിടെ ഉള്ള പറമ്പിൽ നിന്നുള്ളത് കൊടുക്കും. പിന്നെ കുറച്ച് ഓക്കാം പിണ്ണാക്കിട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തിലുള്ള പുല്ലും പ്ലാവിലയും എല്ലാം കൂടി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എത്ര നാളാകുമ്പോഴേക്കും ഇതിനെ കൊടുക്കാൻ പറ്റും നമ്മൾ ഒരാടിനെ വളർത്തിയാൽ? കുഞ്ഞുങ്ങളെയൊക്കെ ആണെങ്കിൽ ഇത് നല്ല പാലുള്ള 2 ലിറ്റർ മുകളിൽ പാല് കിട്ടുന്ന ഇനമാണ്. ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്കും പാൽ കൂടി പറ്റി കുഞ്ഞുങ്ങൾ കൊടുക്കാറാവും. ഓ ശരി. ഇതിപ്പോ ഉണ്ടായിട്ട് 14 ദിവസമായ കുഞ്ഞുങ്ങളാണ്. ഓ ശരി. ആ കുഞ്ഞുങ്ങളുണ്ടായിട്ട് 4 മാസമായി. അത് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ തടിക്കൂട് ഇതെല്ലാം സ്വന്തമായിട്ടുള്ള ഇവിടെ നിർമ്മാണമാണ്. അപ്പോൾ എന്തായാലും ആട് വളർത്തൽ നമുക്കറിയാം, പരമ്പരാഗതമായിട്ട് തന്നെ ആട് വളർത്തലും പശു വളർത്തലൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിലെ വീടുകളിലുണ്ടായിരുന്നു അല്ലേ? അത് ശരി. ഇപ്പൊ ചുരുക്കി എങ്കിൽ പോലും നമ്മുടെ കൃഷിയിടത്തിന് ആവശ്യമായിട്ടുള്ള ആട്ടുകാഷ്ടമൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഇത് മാത്രമേ, ഈ ജൈവവളം മാത്രമേ ഇടുന്നുള്ളൂ. ഒരു സാധനം വേറെ വളം വാങ്ങി ഇടുന്നില്ല. എന്തായാലും സോമവല്ലി ടീച്ചറിന്റെയും ബാബുച്ചേട്ടന്റെയും ആട് വളർത്തൽ കാഴ്ച വളരെ പരിമിതമായ സാഹചര്യങ്ങളിലും നമുക്ക് ആടുകളെ പരിപാലിക്കാൻ കഴിയുമെന്നും അതിലൂടെ തന്നെ നമുക്ക് പാലിൻ്റെ ആവശ്യം, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ കൊടുത്തൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇനി മുതിർന്ന മുട്ടനാടുകളെ ക്രോസ് ചെയ്യിപ്പിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഈ കുടുംബം തെളിയിക്കുകയാണ്.